ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദിലീപ് നായകനെത്തുന്ന അടുത്ത വമ്പൻ മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ ബബ്ബ. ഗൂഗിൾ മൂവീസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ലാലേട്ടനുണ്ട് എന്നൊരു റൂമർ മാസങ്ങളായിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നീട് അത് കൺഫേം ആയി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരുപാട് സിനിമകളുടെ ഭാഗമായി കഴിഞ്ഞാൽ ലാലേട്ടൻ എങ്ങനെ ഈ സിനിമയ്ക്കായിട്ട് ഡേറ്റ് കണ്ടെത്തുമെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലാലേട്ടൻ ഡേറ്റ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ചിത്രത്തിൻ്റെ സംവിധായകൻ്റെയും ഒപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് ലാലേട്ടനാണ്. എന്തായാലും ലാലേട്ടൻ ബബ്ബ എന്ന സിനിമയിൽ കൺഫേം ആക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമയിലെ ലാലേട്ടൻ്റെ പ്രൊമോ ഷൂട്ട് ഉൾപ്പെടെ ഏകദേശം 2 ആഴ്ച ഡേറ്റാണ് ലാലേട്ടൻ്റെതായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടത്. അത് എപ്പോഴായിരിക്കും എന്താണ് ഇനി അറിയേണ്ടത്, അതിൻ്റെ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ ബബ്ബ എന്ന സിനിമയിൽ ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ വരവോടുകൂടി ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരോടൊപ്പം ലാലേട്ടൻ കൂടി സിനിമയിൽ അഭിനയിക്കുന്നു, പ്രധാന റോളിൽ എത്തുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. സിനിമയുടെ റിലീസ് ജൂലൈ 4 അതല്ലെങ്കിൽ ഓണം റിലീസ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. ഇതിൽ ജൂലൈ 4 ഇപ്പോഴും സിനിമയുടെ അണിയറ പ്രവർത്തകർ റിലീസ് പ്ലാൻ ചെയ്യുന്നു. എന്തായാലും ലാലേട്ടൻ്റെ രംഗങ്ങൾ കൂടി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ റിലീസ് തീയതി ലോക്കാക്കപ്പെടും. 2 വർഷം മുന്നേ മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോംബോ റൂമർ ആയിരുന്നല്ലോ ലാലേട്ടനെ നയിക്കണേക്ക് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നുവെന്ന്. ഏകദേശം 1, 2, 3 സിനിമകളോ മറ്റോ ലാലേട്ടൻ റിജക്റ്റ് ചെയ്തു എന്നൊരു റിപ്പോർട്ടുകൾ ഉണ്ടായിട്ട് പോലും വീണ്ടും ഡിജോ ലാലേട്ടനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തൊരു സ്ക്രിപ്റ്റുമായിട്ട് വീണ്ടും ലാലേട്ടൻ്റെ അടുത്ത് ഡിജോ ചെല്ലാനായിട്ടിരിക്കുന്നു എന്നാണ് പുതിയ വിവരം. എന്തായാലും അതെങ്കിലും ലാലേട്ടൻ സമ്മതിക്കുമോ എന്ന് കണ്ടറിയാം. ലിസ്റ്റൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് സിനിമ നിർമ്മിച്ചേക്കും. മാജിക് ഫ്രെയിംസ് ആണെങ്കിൽ പോലും പലതവണ ലാലേട്ടനെ സമീപിച്ച് പ്രോജക്റ്റ് ലോക്കാക്കാതെ പോയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഇത്തവണയെങ്കിലും കോംബോ സംഭവിക്കുമോ എന്ന് കാണുവാനായിട്ട്. തുടരും മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടൻ സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിളായ കൺമണി പൂവി എന്ന ഗാനം എങ്ങും മികച്ച സ്വീകാര്യതയാണല്ലോ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഫസ്റ്റ് സിംഗിളിന്റെ മേക്കിംഗ് വീഡിയോ വരാനായിട്ടിരിക്കുകയാണ്. നാളെ 7-ാം തീയതി വൈകിട്ട് 7 മണിക്ക് സിനിമയുടെ ആ ഫസ്റ്റ് സിംഗിൾ മേക്കിംഗ് വീഡിയോ വരുന്നതാണ്. കാത്തിരിക്കാം ആ വീഡിയോ കാണുവാനായിട്ട്.